ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഭരണഘടനാ ദിന ക്വിസുമായിട്ടാണ്. നവംബർ 26 നടക്കുന്ന ക്വിസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബോണസ് ചോദ്യം ഇതായിരുന്നു, ശിശുദിനത്തെ എത്രാമത്തെ ആനിവേഴ്സറി ആയിരുന്നു? 135 അപ്പോൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് റെജിമോൻ എന്ന അക്കൗണ്ട്, സന്ധ്യ എന്ന അക്കൗണ്ട്, പിന്നെ ശ്വേതലാൽ, പിന്നെ ആശാർനാഥാണ് വിന്നർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ള വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 395 വകുപ്പുകൾ. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിനം 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിക്കപ്പെടുന്ന ഏതു ഭാഗത്തെയാണ്? ഉത്തരം മുഖപുര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും വിളിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ഉത്തരം നവംബർ 26. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 14. അടുത്ത ചോദ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്, മലയാളിയായ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഏക മലയാളി പ്രസിഡന്റായ KR നാരായണൻ. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങുന്നതോടെയാണ്? ഉത്തരം ഗവർണർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1955. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണേ. അപ്പോൾ നമ്മുടെ മുഴുവൻ വീഡിയോയും കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.